സ്വർണത്തിനും വെള്ളിക്കും വിലയേറ്റത്തിൽ പുതിയ റെക്കോർഡ്. സ്വർണം ഗ്രാമിന് ഇപ്പോൾ 10,845, വെള്ളിക്ക് 153. 2025 സ്വർണത്തിന്റെ വിലവർധന 47%, വെള്ളിക്ക് 60%. ഓഹരി വിപണിയിലെ അധികായരായ കമ്പനികൾ ഉൾപ്പെട്ട നിഫ്റ്റി 50ക്ക് വളർച്ച വെറും 4%. ഒരു വർഷത്തിനിടയിൽ നിഫ്റ്റി വളർച്ച 6% മാത്രം. വിലയേറിയ ലോഹങ്ങൾക്ക് ഇനിയും കുതിപ്പ് തുടരുമോ? ഓഹരികൾ തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്നുവെന്ന പ്രതീക്ഷ മറുവശത്ത്. വാട്സപ്പിന് ബദലായി മെയ്ഡ് ഇൻ ഇന്ത്യ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം അരട്ടൈ ഇറക്കിയത് വമ്പൻ ഹിറ്റായതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചില തെറ്റായ പ്രചാരണങ്ങൾക്ക് മറുപടിയുമായി സോഹോ സ്ഥാപകൻ ശ്രീധർ വെമ്പു. എല്ലാ സോഹോ പ്രോഡക്റ്റും ഇന്ത്യയിലാണ് വികസിപ്പിക്കുന്നതെന്നും ആഗോളതലത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് ഇന്ത്യയിൽ നികുതി കൊടുക്കുന്നുണ്ടെന്നും ശ്രീധർ വെമ്പു. IT മേഖലയിലെ ട്രംപ് ആഘാതത്തിനിടയിൽ TCSൽ നിന്ന് പിരിച്ചുവിടുന്നവരെക്കുറിച്ചും സ്വയം രാജിക്ക് നിർബന്ധിതരാകുന്നവരെക്കുറിച്ചും വലിയ ആശങ്കകൾ. യൂണിയനുകളുടെ കണക്കിൽ 30,000 പേർ പടിയിറങ്ങിയേക്കാം. എന്നാൽ ഈ വ്യാഖ്യാനങ്ങൾ ശരിയെങ്കിൽ സ്ഥാപനം പിന്നെ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മറുവാദം. 2% അഥവാ 12,000 പേരെ ഒഴിവാക്കുമെന്നാണ് കമ്പനി പ്രഖ്യാപനം. സ്വർണം അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന നിർമ്മാതാക്കൾക്ക് ആവശ്യമനുസരിച്ച് പ്രവർത്തന മൂലധന വായ്പ നൽകാൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിന്റെ അനുമതി. നേരത്തെ ജുവലറി ഉടമകൾക്ക് മാത്രമായിരുന്നു ഇതിന് അനുമതി. സ്വർണമോ വെള്ളിയോ ഏതെങ്കിലും തരത്തിൽ വാങ്ങുന്നതിന് വായ്പ നൽകുന്നതിൽ നിന്ന് ഇതുവരെ ബാങ്കുകളെ വിലക്കിയിരുന്നു. കണ്ടന്റ് ക്രിയേഷൻ പ്രൊഫഷനായി മാറിയിരിക്കെ ഇന്ത്യൻ ഉപയോക്താക്കൾക്കായി പ്രതിമാസം 89 രൂപയ്ക്ക് യൂട്യൂബ് ലൈറ്റ്. ഒട്ടുമിക്ക വീഡിയോകളും പരസ്യ ബഹളങ്ങളില്ലാതെ കാണാവുന്ന പാക്കേജാണിത്. എന്നാൽ പ്രീമിയം വിഭാഗത്തിന്റെ എല്ലാ ഫീച്ചറുകളും ഇതിൽ ഉണ്ടാവില്ല. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.